ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിറിയ പാലം മുതൽ ബന്ദിയോട് ഓവർപാസ്, അതായത് മന്തിയോട് ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഷിറിയ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിറിയ പുഴ കവിഞ്ഞൊഴുകുകയാണ്. കാരണം നല്ല ശക്തമായ മഴ പെയ്തതിനാൽ തന്നെ പുഴയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മഞ്ഞ വെള്ളം കാണാൻ പറ്റും, കലങ്ങിയ വെള്ളം മേവെള്ളം വരുന്നതാണ്. അപ്പം മഴ തുടരുന്നതിനാൽ ഇവർക്ക് പണിയും വളരെ ലാഗായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊന്നും നടക്കുന്നില്ല. കുറച്ച് വെളിച്ചം ഇനാന്ന് 2-3 ദിവസം മുമ്പ് കുറച്ച് കിട്ടിയതിൽ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പാലത്തിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. 2 പാലത്തിലുള്ള 2 ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കാണ് ഇപ്പോൾ ചെറിയ പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നടപ്പാതയിലുള്ള കൈവരിയുടെ നിർമ്മാണവും ഇപ്പോൾ നടന്നു വരികയാണ്. എൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, വീഡിയോ മുഴുവൻ ഫുൾ സ്ക്രീനായി തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം അത്രയും ഫുൾ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെതായ ദൃശ്യഭംഗി കാണാൻ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ഡെഫിനിഷനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഓപ്ഷൻ എടുത്തിട്ട് ഒരു 1080p അതിൽ കാണാൻ ശ്രമിക്കുക. അന്നെങ്കിൽ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ദൃശ്യഭംഗി കണ്ട് ആസ്വദിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഏഡ് വരുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും നമുക്ക് ചില്ലറ ചായ പൈസ കിട്ടുന്നുള്ളൂ. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നതായിരുന്നു, പക്ഷേ വീണ്ടും മഴ കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത്. അതേപോലെ തന്നെ വലതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കാണാം, ഈ പാലം വരെയാണ് സർവീസ് റോഡ് ഉള്ളത്. പാലത്തിന് ശേഷം സർവീസ് റോഡില്ല. അപ്പോൾ ഇവിടുന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് ഈ സർവീസ് റോഡ് നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഈ മെർജിങ് പോയിൻ്റ് കൊടുക്കുന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂം മുഴുവനും കവർ ചെയ്തിട്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നേരത്തെ ആരംഭിച്ചതായിരുന്നു, പക്ഷേ മഴ കാരണം വീണ്ടും നിർത്തിവെച്ചതാണ്. കാണാം, ഇടതുവശത്ത് മണ്ണിട്ട് കുറച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടിയിട്ടാകുമ്പോൾ വർക്ക് നടന്നതാണ്, പക്ഷേ വീണ്ടും മഴ കാരണം അത് നിർത്തിവെച്ചു വീണ്ടും. അപ്പം ഇടതുവശത്തെല്ലാം വർക്ക് നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. വലതുവശത്തെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. ഇടതുവശത്തെ വർക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ മെറ്റലൊക്കെ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ്. ഇനി കുറഞ്ഞ ഭാഗം മാത്രമാണ് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ റോഡിൻ്റെയും കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പം അതേപോലെ തന്നെ ചെറിയ കുന്നുണ്ടല്ലോ, ആ കുന്ന് മുതൽ മുട്ടം വരെ നേരത്തെ ഈ റെയിൽവേയുടെ അനുമതി ഇല്ലായിരുന്നു. അതായത് അവിടെ കേബിളും മറ്റും കാര്യങ്ങളുള്ളതിനാൽ റെയിൽവേ അനുവാദം കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ആ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ കുന്ന് മുതൽ മുട്ടം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കും, നല്ല വേഗത്തിലാണ് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, ചെറിയ കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് നിരപ്പാക്കിയ ഭാഗത്ത് മെറ്റലൊക്കെ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം കൂടി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ചെറിയ കുന്നിൻ്റെ ഭാഗം കുറച്ച് എക്സ്കവേഷൻ നടത്തിയാണ് ബാക്കിയുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി കുറച്ച് ഭാഗം മാത്രമാണ്, അതായത് റെയിൽവേ ട്രാക്കും ഈ ചെറിയൊരു കുന്ന് ഒരു മതിൽ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മതിൽ കെട്ടിയതുപോലെയാണ് റെയിൽവേ ട്രാക്കും ഈ സർവീസ് റോഡുമായിട്ടുള്ള അകലം. ഏകദേശം ഒരു 5 മീറ്ററാണ് ആ കുന്നിൻ്റെ വീതിയുള്ളത്. അപ്പം അതും കൂടി ഇല്ലാതായാൽ റെയിൽവേ ട്രാക്കും സർവീസ് റോഡും നല്ലപോലെ കാണാൻ സാധിക്കും. അപ്പം സർവീസ് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഈ ULCCയുടെ ലേബർ അവർ മലയാളിയാണ്.
അവർ പറയുന്നത് മഴ ഒന്നും വർക്ക് സ്പീഡാകുന്നില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി നല്ല മഴ പെയ്യുന്നു, രാവിലെ ആകുമ്പോഴേക്ക് ഫുള്ള് ആ മണ്ണെല്ലാം കുതിർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഫുള്ള് തീരെ വർക്ക് നടക്കുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ലാസ്റ്റ് ആ വ്യക്തിയെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അപ്പം റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അപ്പം സർവീസ് റോഡ് നിർമ്മിക്കണമെങ്കിൽ റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടി വരും. നല്ല താഴ്ചയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാം, നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മെയിൻ റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ മുഴുവനായിട്ടും ഈ വലതുവശത്തെ 3 വരി പാതയിലൂടെയാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മുട്ടം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടം ഭാഗത്ത് അണ്ടർപാസ് ഇതുവരെയും അപ്രൂവൽ ആയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചതാണ്. പിന്നീട് മഴ കാരണം വീണ്ടും മണ്ണൊക്കെ കുതിർന്ന് വീണ്ടും വർക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫുള്ള് മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ ഇരു സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഉപ്പള വരെ സർവീസ് റോഡിലൂടെയാണ്, ഈ 2 വശങ്ങളിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉപ്പള വരെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉപ്പളെത്തുന്നതിന് മുമ്പുള്ള കുക്കാർ പാലത്തിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നു വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബന്ദിയോട് വരെയെങ്കിലും മെയിൻ റോഡിൽ പോകാൻ സാധിക്കുമായിരുന്നു. ആ പാലത്തിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നു വരികയാണ്. അപ്പം ഈ പൈലിങ് കഴിഞ്ഞിട്ടുള്ള ഇതിന് മുകളിലുള്ള പൈൽ ടോപ്പിൻ്റെ നിർമ്മാണമാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡും കൂടി വർക്ക് നടന്നു വരികയാണ്. ഇപ്പം ബന്ദിയോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ദിയോട് ഓവർപാസിൻ്റെ വർക്കും ഇപ്പോൾ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സോയിൽ നൈലിംഗ് ചെയ്ത ഭാഗത്ത് ഈ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന വർക്ക് നടന്നു വരികയാണ്. കുറച്ച് ഭാഗം നടന്നു, അതായത് മഴ കുറച്ച് 2-3 ദിവസം നല്ല വെളിച്ചം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് കോൺക്രീറ്റ് സ്പ്രേ വർക്ക് നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും മഴ തുടർന്നതിനാൽ ആ വർക്കൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ആ സോയിൽ നൈലിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ബാക്കിയുള്ള വർക്ക് നടക്കുക. കാണാൻ സാധിക്കും, ബാക്കിയുള്ള വർക്ക് മണ്ണ് ലെവൽ ചെയ്യേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ ഈ ഇപ്പോൾ കാണുന്ന ഭാഗത്ത് നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ അവിടെ നിന്ന് മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് കുറച്ച്. അതൊക്കെ നടക്കാനുള്ള വർക്ക് തീരെ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നില്ല. കാരണം മഴ കാരണം തന്നെ മഴ ഒരു നിലക്കും മഴ ഇത് പണി എടുക്കാൻ അനുവദിക്കുന്നില്ല. ഇത് ഈ ഭാഗത്താണ് ഇപ്പോൾ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തത് കാണാൻ സാധിക്കും നമുക്ക് ഒരു വശത്ത്. അപ്പം ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വാഹനങ്ങളിപ്പം സർവീസ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.